Hi all, my name is Srikutti and ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ട്സിൽ നമ്മൾ സബ്ജക്റ്റ് അറിയാലോ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് തിയറി പാർട്ടുകളാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് നോക്കുന്നത്. നിങ്ങൾ +1 +2 കോമേഴ്സ് പഠിച്ച കുട്ടികളാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി. ലൈക്ക് നമ്മൾ പഠിച്ച നിങ്ങൾ ഇത് മാത്രമല്ല, നമ്മളിനി മുന്നോട്ട് പോകുന്തോറും നമ്മൾ +1 +2 പഠിക്കുന്ന അതിൻ്റെയൊക്കെ അഡീഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെയിം ഒക്കെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ടുള്ള ഇതിലും നമ്മൾ നോക്കുന്നത്. ഓക്കെ, വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ നമ്മൾ പുതിയതായിട്ട് ഇതിനകത്ത് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ നീഡ്, ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് നീഡ് ഫോർ അക്കൗണ്ടിങ്. ആൻഡ് ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താ? Okay, let me say, accounting is a tool to record business transactions. Accounting is a tool to business transactions, to record business transactions. നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഏത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് അക്കൗണ്ടിങ്ങിനെ അതുകൊണ്ട് തന്നെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയും. ഓക്കെ ആണോ? ഇനി ലെറ്റ് സീ വാട്ട് ഇസ് ദ നീഡ് ഫോർ അക്കൗണ്ടിങ്. What is the need for accounting to a businessman? ആൻഡ് നമുക്കറിയാം അക്കൗണ്ടിങ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വലിയ ബിസിനസ്സുകാരാണ്. വലുതായാലും ചെറുതായാലും ബിസിനസ്സുകാരാണ്, കച്ചവടക്കാരാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കച്ചവടക്കാരാണ് ഉപയോഗിക്കുന്നത്, ഈ അക്കൗണ്ടിങ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റത്തില്ല? നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച്, അതായത് നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്കുണ്ടാകുന്ന മോണിറ്ററി എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് ലിമിറ്റേഷൻ ഉണ്ട്. അയാൾ എല്ലാ മാസവും കണക്ക് എഴുതി വെക്കുമെന്ന് വെച്ചാൽ അയാൾ പാല് വാങ്ങിക്കും, പച്ചക്കറി വാങ്ങിക്കും, ന്യൂസ് പേപ്പറിന് കൊടുക്കും, പിള്ളേരുടെ ചിലവ്, ഡ്രസ്സ് എടുത്ത്, ഇങ്ങനെ കുറേ ചിലവുകൾ അയാൾക്കുണ്ടായിരിക്കും. ഇത് കൂടുതലൊന്നും അയാൾക്ക് ചിലവ് വരത്തില്ല. ലൈക്ക് എക്സെപ്ഷണൽ കേസുകളുണ്ട്, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. പക്ഷേ ഒരു മാസം അയാൾക്കുണ്ടായേക്കാവുന്ന ചിലവുകൾക്ക് അയാൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇത്രയും ചിലവുകളെ വരുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് മാസം എന്ത് ചെയ്യാം? അയാൾക്ക് വളരെ കൃത്യമായിട്ട് അത് ഓർത്തെടുത്ത് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് എത്ര രൂപ ചിലവായെന്ന് കണ്ടുപിടിക്കാൻ അയാൾക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അല്ലേ? കാരണം ബിസിനസ്സിനകത്ത് എന്താ, ഒരുപാട് ട്രാൻസാക്ഷൻസ്, അല്ലേ? എക്സ്പെൻസുകളും ഇൻകംസും, ഒരു ദിവസം തന്നെ ന്യൂമറസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. So it is not possible to a businessman to record all these financial transactions at a time. മനസ്സിലായോ? നമ്മൾ എല്ലാവരും മനുഷ്യരല്ല, ആരും കമ്പ്യൂട്ടറൊന്നും അല്ലല്ലോ. അപ്പോൾ അയാൾക്ക് അയാളുടെ ബിസിനസ്സിലുണ്ടാകുന്ന എല്ലാ ട്രാൻസാക്ഷൻസും മന്ത് എൻഡ് ആകുമ്പോൾ ഇങ്ങനെ ഓർത്തെടുത്ത് എഴുതാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. അവിടെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, സമ്മറൈസ് ചെയ്യാം, ആൻഡ് ഫൈനലി നമുക്കതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് അല്ലെങ്കിൽ എത്ര നമുക്ക് പ്രോഫിറ്റ്, ആ ഒരു ട്രാൻസാക്ഷൻ വഴി ഈ ഒരു മാസം നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ഇത്രയും മതിയാവുമെന്ന് വിചാരിക്കും. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ സമയം കളയുന്നില്ല. ദെൻ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സ്റ്റെപ്പ് 1, ടു കീപ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്. Accounting is done to keep a systematic record of financial transaction like purchase of goods, sales of goods, ക്യാഷ് റെസീപ്റ്റ്സ്, ക്യാഷ് പേയ്മെൻറ്റ് എക്സെട്ര. അതായത് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യും, ഒറ്റത്തവണ മാത്രമേ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യത്തുള്ളൂ, അല്ല, ഒരു മാസം ഇഷ്ടം പോലെ തവണ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ സെയിൽസ് നടക്കാം, ക്യാഷ് റെസീപ്റ്റ്സുകൾ വരാം, ക്യാഷ് പേയ്മെൻറ്റ്സ് വരാം. ഇതെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. Second point, to ascertain the net effect of the business operations, that is profit or loss of the business. ഞാൻ മുമ്പേ പറഞ്ഞു, എല്ലാ എക്സ്പെൻസുകളും ലോസസും അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തതിന് ശേഷം ഫൈനലി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും? അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും.
തേർഡ് പോയിന്റ്, ടു അസർടെയിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, നല്ലൊരു ഗ്രോത്ത് ഉണ്ടോ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് കടമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദ ബിസിനസ്മാൻ ഈസ് നോട്ട് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ബട്ട് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഹിസ് ബിസിനസ്, വെദർ ഇറ്റ് സ്റ്റാൻഡ്സ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഹി വാണ്ട്സ് ടു നോ വെൻ ദ ബിസിനസ് ഓസ് ടു അതേഴ്സ് ആൻഡ് ഇറ്റ് ഓൾസ് ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദ ക്യാപിറ്റൽ. നമുക്ക് എത്ര രൂപ ഇങ്ങോട്ട് ആൾക്കാർ തരാനുണ്ട്, നമ്മൾ എത്ര രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ട്, നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെയുണ്ട്, നമ്മുടെ ലൈബിലിറ്റീസ്, നമ്മുടെ അസറ്റ്, ഇതിനെപ്പറ്റി എല്ലാം അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അക്കൗണ്ടിങ്. ഫോർത്ത് പോയിന്റ്, ടു പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അതായത് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടീസിന് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ ആരെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത്? അത് മാനേജ്മെൻറ്റ്, ദ ബാങ്ക്, ദ ക്രെഡിറ്റേഴ്സ്, ദ ടാക്സ് അതോറിറ്റീസ്, ഇവരെല്ലാമാണ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഓക്കെ, അതായത് ഇപ്പോൾ മാനേജ്മെൻറ്റിന് എന്തിനാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ? അവരെ സംബന്ധിച്ച് അവരാണ് മാനേജ് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ അവർക്കറിയണം നമ്മുടെ ബിസിനസ് നല്ല രീതിയിലാണോ പോകുന്നത്, പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നൊക്കെ അവർക്കറിയണം അല്ലേ. അതുപോലെ ബാങ്കുമായിട്ടായിരിക്കും നമ്മൾ പണമിടപാടുകളെല്ലാം ബാങ്കിൽ കൂടെ അല്ലേ നടത്തുന്നത്, അപ്പോൾ അവർക്കറിയണം നമ്മൾ ജെനുവിൻ കസ്റ്റമർ ആണോ, നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് തന്നെ ചിലപ്പോൾ ബാങ്കിൽ നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ അത് തിരിച്ചടയ്ക്കേണ്ടേ, അപ്പോൾ ബാങ്ക് നമ്മൾ ചെക്ക് ചെയ്യും ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ ബാങ്ക് ചെക്ക് ചെയ്യും. ദെൻ ക്രെഡിറ്റേഴ്സ് ആരാ? നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ തന്ന് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ നമുക്ക് പൈസ തന്നു അല്ലേ, അപ്പോൾ അവർക്കറിയണം നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണെങ്കിലല്ലേ നമുക്ക് അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എടുത്ത് ചെക്ക് ചെയ്യും നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്നറിയാനായിട്ട്. ഡെഫിനിഷനും സ്കോപ്പുമാണ്. അക്കൗണ്ടിങ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ബൈ ഡിഫറെൻറ്റ് അതോറിറ്റീസ് ഓൺ ദി സബ്ജക്ട്. അപ്പോൾ അതായത് അക്കൗണ്ടിങ്ങിനെ പല അതോറിറ്റീസും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിങ് ഈസ് എ കോംപ്രഹെൻസീവ് ഡിസിപ്ലിൻ ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ satisfactorily through any single definition. However, two definitions are given below. രണ്ട് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ സിമ്പിളാണെന്ന് തോന്നുന്നത് പഠിച്ചു വെച്ചോളാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്, അതായത് ദി അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ. കുറച്ചുകൂടി സിമ്പിൾ വേർഡ്സിലാണ് പറഞ്ഞേക്കുന്നത്, നോക്കാം. ദി അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ ഡിഫൈൻസ് അക്കൗണ്ടിങ് ആസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇക്കണോമിക് ഇൻഫർമേഷൻ to permit informed judgments and decisions by users of information. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. എന്തിൻ്റെയൊക്കെ? ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇക്കണോമിക് ഇൻഫർമേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ജഡ്ജ്മെൻറ്റ്സ് അല്ലേ, ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ, ജഡ്ജ്മെൻറ്റ്സ് നടത്താനും ഡിസിഷൻസ് എടുക്കാനും. ആർക്ക്? ഇത് ഉപയോഗിക്കുന്ന യൂസേഴ്സിന്. ആരൊക്കെ യൂസേഴ്സ്? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, മാനേജേഴ്സ്, ബാങ്ക്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ദിസ് ഡെഫിനിഷൻ stresses three aspects. was identifying, measuring and communicating economic information. മൂന്ന് കാര്യങ്ങളാണ് ഇത് സ്ട്രെസ് ചെയ്തേക്കുന്നത്. എന്തുവായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ, economic information. Scope of accounting. First one, accounting is concerned with financial transactions and events which bring about a change in the source of position of business firm. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഇവൻസും ആണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ പൊസിഷൻ, റിസോഴ്സിൻ്റെ പൊസിഷൻ നമുക്ക് പറഞ്ഞു തരും, ഒരു ചേഞ്ച് ഉണ്ടാക്കും. സച്ച് ട്രാൻസാക്ഷൻ ഹാവ് ടു ബി ഐഡൻറ്റിഫൈഡ് ഫസ്റ്റ്. ആദ്യം നമ്മൾ ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് വെൻ ദേ ഒക്വർ, അതുണ്ടാകുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ബിക്കോസ് ദർ വിൽ ബി പ്രൂഫ് ഇൻ ദ ഫോം ഓഫ് എ ബിൽ ഓഫ് റിസീപ്റ്റ്. അതായത് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റേതായിട്ടുള്ള തെളിവായിട്ട് എന്തൊക്കെ ഉണ്ടാകും? ബില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റെസീപ്റ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തെ നോക്കാം. ദീസ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി മെഷേർഡ് ഓർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഏത് നേച്ചറിലുള്ളതായിരിക്കും? ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് മണി വാല്യൂവിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ജനറലി ദിസ് പ്രോബ്ലം വിൽ നോട്ട് എറൈസ് ബിക്കോസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൂഫ് എക്സ്പ്രസ് ദ ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് മണി. അപ്പം സാധാരണ മണി ട്രാൻസാക്ഷൻസ്, അതായത് എക്സ്പെൻസ്, ഇൻകംസ്, ഇങ്ങനെയുള്ള ശരിക്കും മണി വാല്യൂവിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻ തെളിവുകളോട്, അതായത് ബില്ലോ ഇൻവോയ്സോ അങ്ങനെ എന്തെങ്കിലും സോഴ്സ് ഓഫ് എവിഡൻസ് ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. എത്ര രൂപയുടെ എക്സ്പെൻസ് വന്നു അല്ലെങ്കിൽ എത്ര രൂപയുടെ ഇൻകം വന്നു എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും.
Third one, the transactions which are identified and measures are to be recorded in the book called journal or in one of its subdivisions. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? നമ്മൾ ജേണലിലേക്ക് ആദ്യത്തെ റെക്കോർഡാണ്, അതായത് നമ്മുടെ ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു ബുക്കാണ് ഏത്? ജേണൽ എന്ന് പറയുന്നത്. ജേണലിലോട്ടും അതുപോലെ അതിൻ്റെ ജേണലിൻ്റെ തന്നെ സബ് ഡിവിഷനിലോട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതൊക്കെ നമ്മൾ പഠിക്കും, ജേണലും കാര്യങ്ങളൊക്കെ. Fourth, the recorded transactions are to be classified with a view to group transactions of similar nature at one place. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ചാൽ സിമിലർ നേച്ചറുള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ചാക്കും. ഇതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അതൊരു ബുക്കാണ്, ലെഡ്ജർ എന്ന് പറയുന്നൊരു ബുക്കാണ്. ലെഡ്ജറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരേ നേച്ചറിലുള്ള ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുത്ത് എഴുതും. Okay, fifth point, the recording and classification of many transactions will be result in mass of financial data. It is therefore necessary to summarize such data periodically. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യും. അതായത് നമ്മൾ എന്താണ് കുറേ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു അല്ലേ? അപ്പോൾ നമ്മുടെ ബുക്സിൽ കുറേ ഫിനാൻഷ്യൽ ഡേറ്റ നമുക്ക് കുന്നുകൂടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് therefore necessary to summarize such. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡേറ്റാസ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാ സമ്മറൈസ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കൂടെ ഒന്ന് ഓവർവ്യൂ ചെയ്യുന്നതിനാണ് സമ്മറൈസേഷൻ. മിക്കവാറും അത് ഒരു വർഷത്തിൻ്റെ ലാസ്റ്റ്, അതായത് എൻഡ് ഓഫ് ദി ഇയർ ആയിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഇൻ എ സിഗ്നിഫിക്കൻ്റ് ആൻഡ് മീനിങ് ഫോം. ദി സമ്മറൈസേഷൻ ഇസ് ഡൺ ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിച്ച് റിവീൽസ് ദ പ്രോഫിറ്റ് മെയ്ഡ് ഓർ ലോസ് ഇൻകേർഡ്. അപ്പോൾ ഈ സമ്മറൈസേഷൻ നടക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളുണ്ട്, അതിൻ്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളതെന്ന്. പിന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്സിൻ്റെയും ലൈബിലിറ്റീസിൻ്റെയും ഒക്കെ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നുള്ളത്. ലാസ്റ്റ് വൺ, the summary result will have to be analyzed, interpreted and communicated to the interested parties. അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തു, മെഷർ ചെയ്തു, റെക്കോർഡ് ചെയ്തു, ദെൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് എല്ലാം ചെയ്തു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടു ഹും ആർക്ക് വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ലൈക്ക് ഐ സെഡ് earlier, there is bank, there is tax authorities, there is creditors, there is management. ഇവരൊക്കെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആണ്. ഇവർക്കൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് എന്ത് ചെയ്യും? കൊടുക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? You have learned that many groups of people are interested in accounting information which may help them. എന്തിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്? To understand present position of the enterprise, to compare its financial present performance with that of its past years, to compare its present performance with that of similar enterprises. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേമിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ പ്രോഫിറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്, പിന്നെ സിമിലർ ആയിട്ടുള്ള ഒരേ നേച്ചറിലുള്ള രണ്ട് ബിസിനസ്സുകളെ തമ്മിൽ അവരുടെ രണ്ട് പ്രോഫിറ്റും കൂടെ കമ്പയർ ചെയ്യാനായിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് യൂസേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓണേഴ്സ്. ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ആൻഡ് അസ്യൂംസ് ദ റിസ്ക് ഓഫ് ബിസിനസ് അല്ലേ? ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം, ക്യാപിറ്റൽ ഇടുകയും വേണം, അതുപോലെ ആ ബിസിനസ്സിൻ്റെ റിസ്ക് എടുക്കുകയും ചെയ്യണം. നാച്ചുറലി ദേ ആർ ഇൻട്രസ്റ്റഡ് ടു നോ ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺ ബൈ ദ ബിസിനസ് ആൻഡ് സോ ഓൾസോ ഇസ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ അവർക്കറിയണം എത്രത്തോളം പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നൊക്കെ ഓണേഴ്സിന് അറിയാനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് അവർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യും. സെക്കൻഡ് വൺ, മാനേജേഴ്സ്. Accounting information supplemented by other information is of immense use of managers. അതായത് ഓണേഴ്സിന് ഓണർഷിപ്പാണുള്ളത് അല്ലേ? മാനേജേഴ്സ് എന്ന് വെച്ചാൽ ഫുൾ എൻറ്റയർ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന, എല്ലാ ആക്ടിവിറ്റീസിനെയും മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ചില ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ മാനേജറും ഓണേഴ്സും ഒക്കെ ഒരേ ആൾക്കാരായിരിക്കാം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ദം ടു പ്ലാൻ, കൺട്രോൾ ആൻഡ് ഇവാലുവേറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ആരാണ്? മാനേജേഴ്സ് ആണ് അല്ലേ? ദേ ഓൾസോ നീഡ് സച്ച് ഇൻഫർമേഷൻ ഫോർ വേരിയസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പം നമ്മുടെ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്യുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് മാനേജേഴ്സിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ പറ്റിയിട്ടുള്ള അറിവ് കൂടിയേ തീരും. സെക്കൻഡ് വൺ, ലെൻഡേഴ്സ്.
The funds are provided by the owners initially, but if the business requires more funds, they are provided by banks and other lenders of money. അപ്പോൾ തുടക്കത്തിൽ ഓണർ ക്യാപിറ്റൽ ഇടും, പക്ഷെ അത് മാത്രം കൊണ്ട് ചിലപ്പോൾ നമുക്ക് മതിയായെന്ന് വരത്തില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ബാങ്കുകൾ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പൈസ കടം തന്നിട്ടുണ്ടായിരിക്കും. ബിഫോർ ദേ ലെൻഡ് മണി ദേ വുഡ് ലൈക്ക് ടു നോ ദ സോൾവൻസി ഓഫ് ദ എൻ്റർപ്രൈസ്. അപ്പോൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഇത് ഒരു ബിസിനസ്സെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി പുതിയതായിട്ട് ചെന്ന് കടം ചോദിക്കുമ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ചെന്ന് അഡീഷണൽ ആയിട്ട് പൈസ ചോദിക്കുമ്പം കടം ചോദിക്കുമ്പോൾ ഉള്ള സിറ്റുവേഷനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് ബാങ്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്തോ ചെന്നിട്ട് നമ്മൾ പൈസ ചോദിക്കുവാണെങ്കിൽ അയാൾ നമ്മളുടെ സോൾവൻസി പൊസിഷൻ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് തിരിച്ചു തരാനുള്ളതിനെ പറ്റി അയാൾ നോക്കിയിട്ടേ തരത്തുള്ളൂ. ബാങ്ക് ആണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ചോദിക്കും, കഴിഞ്ഞ 2 വർഷത്തെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കാണിക്കാനൊക്കെ പറയും. അതൊക്കെ അനലൈസ് ചെയ്ത് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരെന്ത് തരത്തുള്ളൂ, കടം തരത്തുള്ളൂ. അപ്പോൾ ലെൻഡേഴ്സും എന്തുപയോഗിക്കും, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നോക്കാറുണ്ട്. ക്രെഡിറ്റേഴ്സ്, those who supply goods and service on credit are called creditors. നമുക്ക് കടത്തിന് ഗുഡ്സും സർവീസുകളും തന്നിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻഡേഴ്സിനെ പോലെ തന്നെ ഇവർക്കും അറിയണം നമ്മുടെ സോൾവൻസി പൊസിഷൻ എത്രയുണ്ടെന്ന് അറിയണം. എന്നാൽ അവർ നമുക്ക് കടം തന്നു, തിരിച്ച് കിട്ടുമോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പോൾ ക്രെഡിറ്റേഴ്സും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, a person who wants to become a partner in the partnership concern or a person who wants to become a shareholder of a company would like to know how safe and rewarding the proposal investment would be. അതായത് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ, നമുക്കൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് നമുക്ക് പാർട്ണർഷിപ്പിൽ പോകണം, ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല കമ്പനിയായിട്ടല്ലേ നമ്മളതൊക്കെ മുന്നോട്ട് ആണെങ്കിൽ മാത്രമല്ലേ നമ്മൾ മുന്നോട്ട് ചെല്ലത്തുള്ളൂ. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനി ആണെങ്കിൽ മാത്രമേ അല്ലേ അവരുടെ ഷെയറൊക്കെ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ പൊട്ടിപ്പോകാറായിരിക്കുന്ന ഒരു കമ്പനിയിലോട്ട് നമ്മൾ ഷെയറിന് വേണ്ടി ചെല്ലുമോ, അതോ അവരുടെ പാർട്ണർഷിപ്പിന് വേണ്ടി ചെല്ലുമോ, ഇല്ലല്ലോ. അപ്പോൾ നല്ല സോൾവൻസി പൊസിഷനുള്ള നല്ല ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഉള്ള കമ്പനിയായിട്ട് കമ്പനികളിലേക്ക് മാത്രമേ ആര് വരത്തുള്ളൂ, ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഏതിൻ്റെ ആവശ്യമുണ്ട്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിൻ്റെ ആവശ്യമുണ്ട്. Then tax authorities. Tax authorities of the government are interested in the financial statement so as to access the tax liability of the enterprise. നമുക്കറിയാം every firm and individuals pay a certain portion of their income to the income as tax to the government. അല്ലേ, ഗവൺമെൻറ് നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ എത്രത്തോളം ടാക്സ് കൊടുക്കണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് പ്രോഫിറ്റ് വി ഏൺഡ്. അല്ലേ, ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അതിൻ്റെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് അവരെത്ര ടാക്സ് അടയ്ക്കണം, ഇങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. അറിയാനായിട്ട് ടാക്സ് അതോറിറ്റീസ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. Then finally, employees. The employees of the enterprise are also interested in knowing the state of affairs of the organization in which they are working. അപ്പം ഇപ്പം ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അയാളുടെ തൊട്ട് സുപ്പീരിയർ പറയുന്ന എല്ലാ ജോലികളും അയാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്കറിയണം അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത വർക്ക് എത്രത്തോളം എഫക്റ്റീവായി, അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിലാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള പൊസിഷനിലാണോ. അതായത് നല്ല ബിസിനസ്സിന് നല്ല പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രമല്ല അയാൾക്ക് അവിടെ നിന്നിട്ട് കാര്യമുള്ളൂ. അതൊക്കെ അറിയാനായിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ്, മാനേജേഴ്സ്, ലെൻഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, ടാക്സ് അതോറിറ്റീസ് ആൻഡ് എംപ്ലോയീസ്. Next, uses of accounting information. First one ആണ് managerial decision making. Management is continuously confronted with the need to make decisions. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ ജോലി എന്താ, വേരിയസ് ഡിസിഷൻസ് എടുക്കുക അല്ലേ. സം ഓഫ് ദി ഡിസിഷൻസ് മേ ഹാവ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് വൈൽ അതേഴ്സ് ഹാവ് എ ലോങ് റൺ. ചിലത് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ടതായിരിക്കാം, ചിലത് ലോങ് റണ്ണിൽ എടുക്കേണ്ടതായിരിക്കാം. അപ്പോൾ ഒരുപാട് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ലൈക്ക് മേക്ക് ഓർ ബൈ ദ പ്രോഡക്റ്റ് ഓർ ടു ഡ്രോപ്പ് ഇറ്റ്. ഒരു പ്രോഡക്റ്റ് നമുക്ക് ചെയ്യണോ അതോ വാങ്ങിക്കണോ, അല്ലെങ്കിൽ അത് ആ ഒരു പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ ഈ മാനേജ്മെൻറ്റിനെ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മൾ പ്രത്യേകമായിട്ടൊരു അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയും. Second one, managerial planning, control and internal performance evaluation. Managerial accounting plays an important role in the planning and control. പ്ലാൻ ചെയ്യുന്നതിലും കൺട്രോൾ ചെയ്യുന്നതിനും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മാനേജറിയൽ
accounting. By assisting management in the decision making process, information is provided for establishing the standard. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് മാനേജേഴ്സിന് ഇൻഫർമേഷൻസ് എത്തിച്ചു കൊണ്ടേയിരിക്കുക. അവർക്ക് അതിൻ്റെ ബേസിൽ വേണം അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അക്കൗണ്ടിങ് ഓൾസോ പ്രൊവൈഡ്സ് ആക്ച്വൽ റിസൾട്ട് ടു കമ്പയർ വിത്ത് പ്രൊജക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ ആയിട്ടുള്ള പ്രൊഡക്ഷന് മുന്നേ നമ്മളൊരു മുൻകൂട്ടി നമ്മളൊരു പ്ലാൻ ചെയ്തൊരു റിസൾട്ട് വെക്കുമല്ലോ, അതും അതിനുശേഷം ആക്ച്വലി സംഭവിച്ചു കഴിഞ്ഞിട്ട് അതും ഇതും കൂടെ കമ്പയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റവും എവിടെയുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ട്. Then external financial reporting. Accounting has always been used to supply information to those who are interested in the affairs of the company. കമ്പനിയുടെ അഫയേഴ്സിൽ താല്പര്യമുള്ള ആർക്കും എന്ത് ചെയ്യാം, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. Various laws have been passed under which financial statements should be prepared in such a way that required information is supplied to the shareholders, creditors, government, etc. അതുപോലെ തന്നെ ലോ പറയുന്നത് നമ്മുടെ ബിസിനസ്സിലെ അക്കൗണ്ടിങ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നാണ്. അതായത് നമുക്ക് എല്ലാ തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വേണ്ട ഇൻഫർമേഷൻ, ക്രെഡിറ്റേഴ്സിന് വേണ്ട ഇൻഫർമേഷൻ, ഗവൺമെൻറ്റിന് വേണ്ട ഇൻഫർമേഷൻ, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. For example, the investor may be interested in the financial strength of the business. Creditors may require information about the liquidity position. അങ്ങനെ നമ്മളിതൊക്കെ കുറച്ച് പിന്നെയും കണ്ടാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ലാഗ് ആക്കുന്നില്ല. ക്രെഡിറ്റേഴ്സ് എന്തിനാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്, ഗവൺമെൻറ് എന്തിനാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ കുറച്ച് പിന്നെയും പറഞ്ഞതാണ്. എക്സാമ്പിളായിട്ട് നമുക്കത് ഈ പോയിന്റിൻ്റെ കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്, മാനേജറിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ദെൻ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ പൊസിഷൻ. അടുത്ത നമ്മൾ നോക്കാം ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് നമ്മളിപ്പോൾ മെയിനായിട്ട് പഠിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമല്ല, അവിടെ നമ്മുടെ അക്കൗണ്ടിങ്ങിന് കുറച്ച് ബ്രാഞ്ചുകളുണ്ട്. അതിനെപ്പറ്റിയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം. ആദ്യത്തെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, നമ്മൾ പഠിക്കുന്നതാണ്. ദ പർപ്പസ് ഓഫ് ദിസ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു കീപ് എ റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും റെക്കോർഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കാം. ദ നെറ്റ് റിസൾട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ്, അതായത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഒരു അക്കൗണ്ടിങ് ഇയർ കഴിയുമ്പോൾ ഉണ്ടായത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ക്യാൻ ബി അസർട്ടൈൻഡ്. അതായത് അസറ്റ്സിൻ്റെ വാല്യൂ, ലൈബിലിറ്റീസിൻ്റെ വാല്യൂ, ക്യാപിറ്റലിൻ്റെ പൊസിഷൻ, ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. Third, relevant financial information can be provided to management and other interested parties. മാനേജ്മെൻറ്റിനും അതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇത്രയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇത് നമ്മൾ പഠിക്കുന്നതും മുന്നോട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ളതായിരിക്കും. അടുത്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു അനലൈസ് ദ എക്സ്പെൻഡിച്ചർ so as to ascertain the cost of each product. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്താ ചിലവ് അല്ലേ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട് അതിനെ കണക്ട് ചെയ്തിരുന്ന ഒരു അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ, ഒരു സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ ഇതിനെല്ലാം എന്തുണ്ട്, കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നമുക്ക് എത്രത്തോളം കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നതാണ് ഏതിനകത്ത് നമ്മൾ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്. ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഇസ് നത്തിങ് ബട്ട് ദ കോസ്റ്റ് പ്ലസ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പം കോസ്റ്റ് അനുസരിച്ചാണല്ലോ നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് അല്ലേ. കോസ്റ്റ് എത്രത്തോളം ആണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. അൺലെസ് കോസ്റ്റ് ഈസ് നോൺ, പ്രൈസ് കനോട്ട് ബി ഫിക്സഡ് റേഷ്യോ. അപ്പോൾ കോസ്റ്റ് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കോസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ, അതിന് ആനുപാതികമായിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കോസ്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും തരുന്ന അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. രണ്ടാമത്തെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കുറച്ച് മുന്നേ മെൻഷൻ ചെയ്തതാണ്. ദ പർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു അസസ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് റേഷണൽ പോളിസി ഡിസിഷൻസ് ആൻഡ് ടു ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് ഇറ്റ്സ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. മാനേജ്മെൻറ്റിനെ വേരിയസ് ഡിസിഷൻസ് എടുക്കാനും ആക്ഷൻസ് എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു എന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എക്സാമ്പിൾസ് ഓഫ് സച്ച് ഡിസിഷൻസ് ആർ പ്രൈസിങ് ഡിസിഷൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എക്സെട്ര. എത്രത്തോളം പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യണം, ബിൽഡിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ബിൽഡിംഗ് പർച്ചേസ്, മെഷീനറി പർച്ചേസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ ആരാ ചെയ്യുന്നത്, മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് അനുസരിച്ച്. അപ്പോൾ അവരെ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏത് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഓക്കെ ആണോ? ഇതാണ് മേജറായിട്ട് വരുന്ന രണ്ട് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ഏതൊക്കെയാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്.
അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റീപ്ലേസസ് മെമ്മറി. സിൻസ് ഓൾ ദ ഫിനാൻഷ്യൽ ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ദർ ഈസ് നോ നീഡ് ടു റിലേ ഓൺ മെമ്മറി. അപ്പോൾ നമ്മൾ എല്ലാ റെക്കോർഡ്സും സിസ്റ്റമാറ്റിക്കലി നമ്മൾ നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഓർത്തിരിക്കണമെന്ന് ഇല്ല അല്ലേ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ്, പ്രൊവൈഡ്സ് കൺട്രോൾ ഓവർ അസറ്റ്സ്. അസറ്റ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Accounting provides information regarding balance of cash in hand and cash at bank, the stock of goods in hand, the amount received from various parties, the amount invested in various other assets, etc. അപ്പം നമ്മൾ ക്യാഷ് എത്രയുണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് എത്രയുണ്ട്, ബാങ്കിൽ ക്യാഷ് എത്രയുണ്ട്, നമുക്ക് ഇങ്ങോട്ട് എത്ര പേര് തരാനുണ്ട്, അങ്ങോട്ട് എത്ര കൊടുക്കാനുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും, നമ്മുടെ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മാനേജേഴ്സിനും ഓണേഴ്സിനും എന്താണ് അവരെ പറ്റി, അതായത് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ആണല്ലോ, അപ്പോൾ അസറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. തേർഡ്, ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. With the help of information contained in the accounting records, financial statement that P&L, profit and loss account, balance sheet can be easily prepared. അതായത് നമ്മുടെ നമ്മൾ കുറേ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് എടുത്തിട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഫോർത്ത്, മീറ്റ് ദ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്. വേരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് സച്ച് ആസ് ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, lenders, creditors, etc. get the necessary information at frequent intervals which help them in their decision making. അതായത് നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണ്, മാനേജേഴ്സ് ഉണ്ട്, ഓണേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആര് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വഴി ലഭിക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ്, ഫെസിലിറ്റേറ്റ് എ കമ്പാരിറ്റീവ് സ്റ്റഡി. The financial statements prepared will enable the enterprise to compare its present financial position with that of its past. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ എല്ലാ വർഷവും നമ്മൾ പ്രിപ്പയർ ചെയ്യും അല്ലേ. അപ്പം ഈ വർഷം പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് കഴിഞ്ഞ വർഷം പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണോ കുറവാണോ, എന്തുകൊണ്ടാണ് കൂടിയിട്ട്, കുറവാണെങ്കിൽ എന്തുകൊണ്ടാണ് കുറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ കമ്പാരബിലിറ്റി നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. 6, assist the management in many ways. It is possible to identify reasons for the profit earned or loss suffered. അപ്പം പ്രോഫിറ്റ് ഉണ്ടായി എങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, ലോസ് ഉണ്ടായി എങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെ ജോലിയാണ്, മാനേജ്മെൻറ്റിൻ്റെ ജോലിയാണ്. ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റീസൺസ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് നെസസറി സ്റ്റെപ്സ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്സ് ഫർദർ ടു അവോയ്ഡ് ലോസ്. അപ്പം ഒരു ലോസ് സംഭവിച്ചുവെങ്കിൽ അതിൻ്റെ റീസൺ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പം നെക്സ്റ്റ് ടൈമിൽ നമ്മളത് കറക്റ്റ് ചെയ്യുമല്ലോ അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന ലോസ് നമുക്ക് എന്തെടുക്കാൻ സാധിക്കും, നമുക്ക് ആ ലോസ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ലോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ പ്രോഫിറ്റ് നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കും. അതിനൊക്കെ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ 7th പോയിന്റ്, ഡിഫിക്കൽട്ട് ടു കൺസീൽ ഫ്രോഡ് ഓർ തെഫ്റ്റ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺസീൽ ഫ്രോഡ്, തെഫ്റ്റ് എക്സെട്ര. അതായത് കള്ളത്തരമൊക്കെ ഒളിപ്പിക്കാനായിട്ട് അക്കൗണ്ടിങ്ങിലൂടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് ആൻ ഓട്ടോമാറ്റിക് ചെക്ക് ഇൻ ദ ഫോം ഓഫ് പീരിയോഡിക് ബാലൻസിങ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ പീരിയോഡിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ടോട്ടൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 രൂപ കുറവായി വന്നാൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫർദർ ഇൻ ബിഗ് ഓർഗനൈസേഷൻസ് ദി റെക്കോർഡ് കീപ്പിംഗ് വർക്ക് ഈസ് ഡിവൈഡഡ് എമംഗ് മെനി പേഴ്സൺസ്. അപ്പം എന്താണ്, മറ്റ് വലിയ വലിയ ഓർഗനൈസേഷനിലാണെങ്കിൽ ഓരോ സെഷൻസും ഓരോ ആൾക്കാരാണ്. അപ്പം ഒരു ഡെസ്ക് കിട്ടിയ ഇൻഫർമേഷൻ ആയിരിക്കും, റിസൾട്ട് ആയിരിക്കും നമ്മൾ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അവിടെ അത് കറക്റ്റ് നമ്മളെന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഫ്രോഡ് കാണിക്കുകയോ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ഒരാളുടെയും അക്കൗണ്ട്സ് എന്ത് വരത്തില്ല, ടാലി ആവത്തില്ല, അല്ലെങ്കിൽ ടോട്ടൽ ആവത്തില്ല, സെയിം ആയിട്ട് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഫ്രോഡ് ചെയ്യാനുള്ള ആ ഒരു ചാൻസ് വളരെ കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. 8th പോയിന്റ്, ടാക്സ് മാറ്റേഴ്സ്. The government levies various tax such as customs duty, excise duty, sales tax and income tax. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ടൈപ്പ് ഡ്യൂട്ടീസ് ഉണ്ട്. പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് വിൽ ഹെൽപ്പ് ഇൻ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ടാക്സ് മാറ്റേഴ്സ് വിത്ത് ദ ടാക്സ് അതോറിറ്റി. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ടാക്സ് അതോറിറ്റി ആയിട്ടൊക്കെ നമുക്കൊരു നല്ല റിലേഷനിൽ ഇരിക്കാൻ സാധിക്കും. അതായത് കറക്റ്റ് ആയിട്ടുള്ള ടാക്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
9 point, ascertaining value of business. In the event of sale of a business firm, the accounting records will help in ascertaining the value of business. നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂ എത്രത്തോളം വാല്യൂ ആണ് നമ്മുടെ ബിസിനസ്സിലുള്ളതെന്ന് നമ്മുടെ അസറ്റ്സും നമ്മുടെ ലൈബിലിറ്റീസും ക്യാപിറ്റലും ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി റെക്കോർഡഡ് ഫാക്ട്സ് ഒക്കെ നമ്മുടെ ഉള്ളതുകൊണ്ട് അസർട്ടൈൻമെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടന്നു പോകും. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. ഏതൊക്കെയാണ്? റീപ്ലേസസ് മെമ്മറി, പ്രൊവൈഡ്സ് കൺട്രോൾ ഓവർ അസറ്റ്സ്, facilitates preparation of financial statements, meets the information requirement, facilitate comparative study and assist the management in many ways, difficult to conceal fraud or theft, tax matters, finally ascertaining value of business. Next, limitations of accounting. അക്കൗണ്ടിങ്ങിന് കുറച്ച് പോരായ്മകളുണ്ട്, അതേതൊക്കെയാണെന്ന് നോക്കാം. The accounting information is used by various parties who form judgments about the profitability and financial soundness of a business on the basis of such information. അപ്പോൾ അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു കുറേ പ്രയോജനങ്ങളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർക്ക് അവരുടേതനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാനും ജഡ്ജ്മെൻറ്റും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും they still have some limitations. Okay. First one, they do not record transactions and events which are not of a financial character. അതായത് ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ അവർ റെക്കോർഡ് ചെയ്യത്തുള്ളൂ, അല്ലാതുള്ള ഒന്നും അവർ റെക്കോർഡ് ചെയ്യത്തില്ല. എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ഗുഡ്സ് എത്രത്തോളം പർച്ചേസ് ചെയ്തു, എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, എത്ര രൂപയുടെ സെയിൽസ് നടന്നു, എത്ര രൂപ നമ്മൾ എക്സ്പെൻസ് വന്നു, എത്ര രൂപ ഇൻകം വന്നു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറാണ്. ഇതിനൊക്കെ നമുക്ക് മണിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ക്വാളിറ്റേറ്റീവ് നേച്ചറുള്ള അതായത് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ എഫിഷ്യൻസി, ടൈം മാനേജ്മെൻറ്റ്, എക്സ്പീരിയൻസ്, ഇതൊന്നും എന്താണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിലൊരു ഒരു സൂപ്പർവൈസർ ഉണ്ട്, അയാൾക്ക് നമ്മൾ 20,000 മന്ത്ലി സാലറി കൊടുക്കും. ആ സാലറി നമ്മൾ റെക്കോർഡ് ചെയ്യും 20,000, കാരണം 20,000 എമൗണ്ട് ആണ്. പക്ഷേ അയാളുടെ എഫിഷ്യൻസിയോ അയാളുടെ എക്സ്പീരിയൻസോ ഇതൊന്നും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യത്തില്ല, ബുക്സിൽ റെക്കോർഡ് ചെയ്തില്ല. ബിക്കോസ് ദോസ് ആർ ക്വാളിറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ്. അയാൾക്ക് ഇത്ര രൂപയുടെ എഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് പറയുമോ? ഇത്ര രൂപയുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒന്നും നമുക്ക് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. Second, the data is historical in nature. The accountant adopts historical cost as the basis of valuing the reporting all assets and liabilities. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നേച്ചറിലുള്ളതാണ്. അതായത് ഓൾറെഡി നടന്ന കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലാവും? അപ്പോൾ അതല്ലാതെ നടക്കാൻ പോകുന്നില്ല, ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കറണ്ട് വാല്യൂ എഫക്റ്റ് ചെയ്യത്തില്ലത്. they do not reflect the current value. എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അത് ഓൾറെഡി ആ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ നേച്ചർ എന്ന് പറയുന്നത്. Third, facts recorded in financial statements are greatly influenced by accounting conventions and personal judgments. അതായത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ എന്താണ്? നമ്മുടെ അക്കൗണ്ടൻ്റ് ആണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സും അതുപോലെ അക്കൗണ്ടിങ് കൺവെൻഷൻസിനും ഒക്കെ ബേസ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. ഒരുപാട് റൂൾസും കൺവെൻഷൻസും ഒക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് എന്താ അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സും എക്സ്പീരിയൻസും ഒക്കെ നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സിനെ അഫക്റ്റ് ചെയ്യും. Fourth one, data provided in the financial statement is insufficient for proper analysis and decision making. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഡേറ്റ നമുക്ക് കിട്ടുമ്പം അത്ര ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് സാധ്യമല്ല. നമുക്ക് ആ വർഷത്തെ നമ്മുടെ പ്രോഫിറ്റ് ലോസ് എത്രയാണെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാൻ കഴിയും. അല്ലാതെ മുന്നോട്ടുള്ള അടുത്ത 10 വർഷത്തേക്ക് നമ്മുടെ വളർച്ച എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിസിഷൻസ് ഒന്നും നമുക്ക് ഈ ഡേറ്റാസ് വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഈ 4 എണ്ണമാണ് മേജർ ആയിട്ടുള്ള ലിമിറ്റേഷൻ. ക്വാളിറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് എടുക്കത്തില്ല, ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്, പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം. ദെൻ ഫൈനലി ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും അക്കൗണ്ടിങ്സിനകത്തുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്.
രണ്ട് ബേസിസ് ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഉള്ളത്, ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. ക്യാഷ് ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ ദി സിസ്റ്റം ദി അക്കൗണ്ടിങ് എൻട്രീസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് റിസീവ്ഡ് ഓർ ക്യാഷ് പെയ്ഡ്. ക്യാഷ് കിട്ടിയോ ക്യാഷ് പേ ചെയ്തോ, ഈ രണ്ടിൻ്റെ ബേസിൽ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ക്യാഷ് ബേസിസ്. ഇൻ അതർ വേർഡ്സ്, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺലി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. അതായത് ക്യാഷ് ശരിക്കും നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കിട്ടി എന്ന് റെക്കോർഡ് ചെയ്യത്തുള്ളൂ, ശരിക്കും നമ്മുടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ ക്യാഷ് പോയി എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ദ ഇൻകംസ് ഏൺ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. പക്ഷേ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദ ഇൻകംസ് ഏൺ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. നമുക്ക് ഇൻകം ഏൺഡ് ആയി പക്ഷേ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, അതിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. ഓർ ദി എക്സ്പ്രഷൻ എക്സ്പെൻസസ് ഇൻകേർഡ് ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻകേർഡ് ആയി പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമ്മൾ എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2017. 2017 കിട്ടേണ്ട റെൻറ്റ് കൊടുക്കേണ്ട റെൻറ്റ് നമ്മൾ എന്നാണ് കൊടുക്കുന്നത്? പെയ്ഡ് ഇൻ ജാനുവരി 2018. 2018 ജാനുവരിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. Okay, this is taken into P&L account of 2018 even though the benefit of that payment is enjoyed in 2017. അപ്പം 2017 നമ്മൾ എൻജോയ് ചെയ്ത ആ ബെനിഫിറ്റിൻ്റെ എമൗണ്ടാണ് നമ്മൾ 2018 കൊടുത്തത്. ഓക്കെ ആണോ? അപ്പം കിട്ടിയതെന്നാ ശരിക്കും 2018 നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ? 2018 ബുക്കിലെ നമ്മളത് അല്ലെങ്കിൽ അക്കൗണ്ട്സിലെ നമ്മളത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതാണ് ക്യാഷ് ബേസിസ്. ആക്ച്വലി ആ ക്യാഷ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ആക്ച്വലി അത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ദെൻ രണ്ടാമത്തെയാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. The system of accounting attempts to record the financial effects of a transaction in the period in which they occur and not in the period in which the amount is received or paid in the enterprise. അതായത് ക്യാഷ് ബേസിസ് പോലെ തന്നെ ഏത് വർഷമാണോ അത് നടന്നത് അതാത് വർഷമാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. ഒരിക്കലും അതാത് വർഷമേ നമ്മളത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പം കഴിഞ്ഞ വർഷത്തെ ആയിരിക്കാം നമുക്കിപ്പോൾ ഇത് കിട്ടിയത്. അപ്പം ഏത് വർഷമാണോ നടന്നത് ആ ഒരു സമയത്തുണ്ട് ആ ഒരു പീരീഡിലെ അക്കൗണ്ട്സിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അത് എക്സാമ്പിൾ അല്ല. അക്രൂവൽ അക്കൗണ്ടിങ് ഈസ് ഓൾസോ കോൾഡ് മെർക്കൻറ്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. വേറൊരു പേരാണ് മെർക്കൻറ്റൈൽ സിസ്റ്റം. ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് ബൈയിങ്, സെല്ലിംഗ് ആൻഡ് all other operations of an enterprise during a period may not coincide with the period during which the relates cash receipts and cash payment take place. നമുക്ക് കിട്ടുന്ന ക്യാഷ് റെസീപ്റ്റ്സുകളും നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന ക്യാഷ് എക്സ്പെൻസുകളും അതാത് വർഷം നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതായിരിക്കത്തില്ല. Okay, in other words, all revenue earned in a year may or may not have been received in cash in the year. അപ്പോൾ നമ്മൾ ഈ വർഷം നമ്മൾ നടത്തിയ എല്ലാ സെയിൽസിനും ഉള്ള റെസീപ്റ്റ്സ് നമുക്ക് ഈ വർഷം തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും അത് കിട്ടുന്നത്, അല്ലേ? അതുപോലെ തന്നെ എല്ലാ എക്സ്പെൻസുകളും ഈ വർഷം ഉണ്ടായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഈ വർഷം തന്നെ ചിലപ്പോൾ പേ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ അത് അടുത്ത വർഷമേ നമ്മൾ പേ ചെയ്യത്തുള്ളായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ അക്രൂവൽ അക്കൗണ്ടിങ് അറ്റംപ്റ്റ്സ് ടു റിലേറ്റ് ദ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ടു ഇയർ ഇൻ വിച്ച് ദേ ആർ ആക്ച്വലി ഏൺഡ് നോട്ട് ഇൻകേർഡ്. അപ്പോൾ ഈ കൺസെപ്റ്റിനകത്ത് പറയുന്നത് അതാത് വർഷം ഉണ്ടായ എക്സ്പെൻസുകളെല്ലാം അതാത് വർഷം തന്നെ റെക്കോർഡ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ 2020 നടക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ 2020 എടുക്കാവുള്ളൂ. 2021 നടക്കുന്നതെല്ലാം 2021 തന്നെ എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എക്സാമ്പിൾ നോക്കാം. റെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2017 ഈസ് പെയ്ഡ് ഇൻ ജാനുവരി 2018. 17 ഡിസംബറിൽ കൊടുക്കേണ്ട റെൻറ്റ് 18 ജാനുവരി കൊടുക്കുന്നു. ആസ് പെർ ദി അക്രൂവൽ പ്രിൻസിപ്പിൾ ഇറ്റ് വുഡ് ബി ടേക്കൺ ടു ദ P&L അക്കൗണ്ട് ഫോർ ദി ഇയർ 2007. അപ്പോൾ ആക്ച്വലി എന്നത്തെയാണ് നമ്മൾ 2018 കൊടുത്തത്? കഴിഞ്ഞ വർഷത്തെ, അല്ലേ? ആണല്ലോ. അപ്പോൾ 2017 റെക്കോർഡ് ചെയ്യേണ്ടത്, നോട്ട് 2018. അപ്പോൾ അതാണ് ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. നെക്സ്റ്റ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് റെഫേഴ്സ് ടു ദ കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്.
Qualitative characteristics include the business owner's perceived importance of financial information. Business owners often require financial information when making business decisions. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് അണ്ടർസ്റ്റാൻഡബിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നോക്കുന്ന വ്യക്തിക്ക് ഈസി ആയിട്ട് മനസ്സിലാവണം. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർ സ്മോൾ ബിസിനസ് ഓണേഴ്സ്. ഓക്കെ, ചെറിയ ആൾക്കാർക്ക് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെനി സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഡു നോട്ട് ഹാവ് എ സ്ട്രോങ് അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട്. Financial information that is too technical or cannot be understood by a lay person can be effective for business owners. അപ്പം ചെറിയ കച്ചവടക്കാർക്ക് ചിലപ്പോൾ അവർ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഇതൊന്നും അവർക്ക് അറിയണമെന്നില്ല. മനസ്സിലായോ? അപ്പം സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഓഫൺ യൂസ് പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ടു കംപ്ലീറ്റ് വേരിയസ് അക്കൗണ്ടിങ് ഫംഗ്ഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ ആരെ ആശ്രയിക്കും? ഈ പ്രൊഫഷണലായിട്ട് അക്കൗണ്ട്സ് ചെയ്യുന്നവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കും. അപ്പം നമ്മൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനും അത് എഫക്റ്റീവായിട്ട് അത് മാനേജ് ചെയ്യാനും കഴിയണം. അതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ബിസിനസ് ഓണർ ഷുഡ് ചൂസ് ആൻ അക്കൗണ്ടൻറ്റ് ഹു ക്യാൻ പ്രിപ്പയർ ഇൻഫർമേഷൻ ഇൻ ആൻ ഈസി അണ്ടർസ്റ്റാൻഡബിൾ മാനർ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ യൂസ്ഫുൾനെസ്. Business owners need accounting information that is applicable to the business decision at hand. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം, യൂസ് ഉണ്ടായിരിക്കണം അതിന്. They can request financial statements, accounting schedules, reconciliations or cost benefit analysis. അപ്പോൾ പല രീതിയിലുള്ള ഡിസിഷൻ അവർ ചിലപ്പം അക്കൗണ്ടിങ് ഷെഡ്യൂൾസ് ചോദിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആയിരിക്കാം. ഇതിനൊക്കെ യൂസ്ഫുൾ ആവുന്ന തരത്തിൽ വേണം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് അലോക്കേഷൻ റിപ്പോർട്ട്സ് may not provide sufficient information for business owners who must make a decision on hiring employees. അതായത് എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പോകുന്ന സമയത്ത്, എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കലും കോസ്റ്റ് അലോക്കേഷൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ കോസ്റ്റുകളുടെ എത്രത്തോളം കോസ്റ്റ് പ്രൊഡക്ഷൻ ആവുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഓരോ പ്രോസസ്സിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, യൂസ്ഫുൾനെസ് ഉണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. Business owners should carefully request and review accounting information to ensure that it provides the most useful information for the decision making process. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. Then relevance. Accounting information should relate to a specific time period or contain information regarding individual business functions. നമ്മളൊരു സ്പെസിഫിക് പീരീഡിലെ അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ് നോക്കുന്നത്. സേ ഫോർ 1 year. ഓക്കെ, ബിസിനസ് ഓണേഴ്സ് ഓഫൺ കണ്ടക്ട് എ ട്രെൻഡ് അനാലിസിസ് വെൻ റിവ്യൂവിങ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പം ഈ ബിസിനസ് ഓണേഴ്സ് എന്ത് ചെയ്യും? ഒരു ട്രെൻഡ് അനാലിസിസ് നടത്തും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. The trend analysis compares historical financial information to the company's current accounting period information. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വെച്ചിട്ടൊരു കമ്പയറിങ് നടത്തും? ബിസിനസ്സുകാർ നടത്തും. അപ്പോൾ relevant historical information can be severely distort the trend analysis. അപ്പോൾ അങ്ങനെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ട്രെൻഡ് എന്താണ്, ഗ്രോയിങ് ട്രെൻഡ് ആണോ അതോ അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ ട്രെൻഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ റിലയബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി റിലയബിൾ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉള്ളത്. സോ ദാറ്റ് ബിസിനസ് ഓണേഴ്സ് ക്യാൻ ബി റീസണബിളി അഷ്യൂർഡ് ദാറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസൻസ് ക്യാൻ അക്യുറേറ്റ് പിക്ചർ ഓഫ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്. ഒരു കമ്പനിയുടെ കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതല്ലേ, അപ്പോൾ അവർക്കത് ഒരു വിശ്വാസ്യത കൊണ്ടുവരണം. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ദെൻ Comparability allows business owners to review their company's accounting information against that of competitor. അപ്പോൾ കമ്പയർ ചെയ്ത് വെച്ചാൽ രണ്ട് രീതി കമ്പാരിസൺ നടത്താം. ഒന്നെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസും കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസായിട്ട് കമ്പയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും നമ്മുടെ സിമിലർ ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് കമ്പനി ഉണ്ടല്ലോ അവരുമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ പല രീതിയിൽ കമ്പാരിസൺ നടത്താം.
Business owners use comparison to gauge how well their companies ഓപ്പറേറ്റ് അണ്ടർ സെർട്ടൺ മാർക്കറ്റ് കണ്ടീഷൻ. അപ്പോൾ നമ്മളിങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഇഫക്റ്റീവ് അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യൻസിയോടാണ് ഡിഫറെൻറ്റ് മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മുടെ ബിസിനസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. ഓണേഴ്സ് ഓഫൺ യൂസ് ദ ലീഡിങ് കമ്പനി ഓഫ് ആൻ ഇൻഡസ്ട്രി ഫോർ ദ കമ്പാരിസൺ പ്രോസസ്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരിക്കും നമ്മൾ കമ്പയറിങ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളും അതുപോലെ നമ്മുടെ റെക്കോർഡ്സ് വളരെ ഈക്വലായിട്ട് കൊണ്ടുപോയാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, കൺസിസ്റ്റൻസി റെഫേഴ്സ് ടു ഹൗ ബിസിനസ് ഓണേഴ്സ് ആൻഡ് അക്കൗണ്ടൻറ്റ് റെക്കോർഡ്സ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ എ കമ്പനീസ് ജനറൽ ലെഡ്ജർ. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ബിസിനസ് ഓണേഴ്സ് നീഡ് ടു എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ ഹാൻഡിൽഡ് ദ സെയിം വേ. അതായത് ഒരേ രീതിയിലായിരിക്കണം നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 6 മാസം ഒരു രീതി, അടുത്ത മാസം വേറൊരു രീതി, അങ്ങനെയൊന്നും പാടില്ല. ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എൻറ്റയർ പീരീഡിലും ആ സെയിം മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ചോദിക്കുക. അതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, യൂസ്ഫുൾനെസ് ഉണ്ടായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ആൻഡ് റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, കമ്പയർ ചെയ്യാൻ സാധിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്, എന്നാലും ഇനിയും നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് ഫങ്ഷനാണ് റെക്കോർഡിംഗ്. This is the basic function of accounting. It is necessarily concerned with not only ensuring that all business transactions of financial character and in fact recorded, but also they are recorded in orderly manner. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പം എല്ലാ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട. only those transactions which can be measured in terms of money അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ഉള്ള ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ദെൻ ക്ലാസിഫൈങ്. നമ്മൾ പറഞ്ഞു ഒരേ നേച്ചറുള്ള ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിനകത്തുനിന്ന് ഒരേ നേച്ചറുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ഓരോ ഗ്രൂപ്പാക്കി തിരിക്കുന്നതിനെയാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. ഏതിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്? ലെഡ്ജറിലൂടെ. ഓക്കെ, ദെൻ സമ്മറൈസിങ്. This involves presenting the classified data in a manner which is understandable and useful to the internal as well as external users. അതായത് ഇൻറ്റേർണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുമുള്ള യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് സമ്മറൈസിങ്. അതിന് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയാണ്? ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം നമ്മൾ പഠിക്കും കേട്ടോ. ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ ഈ മെത്തേഡ്സിലൂടെയൊക്കെ നമ്മൾ ഡേറ്റാസ് പ്രസൻറ്റ് ചെയ്യുക. Then analysis and interprets. This is the final function of accounting. The recorded financial data is analyzed and interpreted in a manner that the end users can make a meaningful judgment about the financial conditions and profitability of the business operations. അതായത് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യാനായിട്ട് അതിലൂടെ മാത്രമേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് ജഡ്ജ്മെൻറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ കമ്മ്യൂണിക്കേറ്റ്. The accounting information after being meaningfully analyzed and interpreted has to be communicated in a proper form and manner to the proper person. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത, ക്ലാസിഫൈ ചെയ്ത, സമ്മറൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത എല്ലാ റിസൾട്ട്സും നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അതൊക്കെ നമ്മൾ ആരാന്നൊക്കെ നമ്മൾ കണ്ടാണ്. ബാങ്കേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, കുറേ പേർക്ക് അങ്ങനെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനൊക്കെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ഡൺ ത്രൂ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് വിച്ച് ഇൻക്ലൂഡ്സ് ബിസൈഡ്സ് ദി യൂഷ്വൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ബാലൻസ് ഷീറ്റിലൂടെയും നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയൊക്കെ നമുക്കിത് കൺവേ ചെയ്യാം. അതുപോലെ വേരിയസ് അക്കൗണ്ടിങ് ടൂൾസ് ഉണ്ട്, അക്കൗണ്ടിങ് റേഷ്യോസ് ഉണ്ട്, ഗ്രാഫ്, ഡയഗ്രാംസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻസ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺവേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ്, ഫൈനലി കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 1. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കുറേയൊക്കെ റെപ്പറ്റീഷൻ വരുന്നതാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കിയത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നേച്ചർ, അതിൻ്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണ്,
ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.